ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മിനായിലെത്തി. നാളെയാണ് അറഫ സംഗമം. ജിദ്ദയിൽ നിന്നിപ്പോൾ ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. ജലീൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. തീർത്ഥാടകരെല്ലാം തമ്പുകളുടെ നഗരമായ മിനായിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം തീർത്ഥാടകരും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി മിനായിലെ തമ്പുകളിലെത്തി. എന്നാൽ ഞാനിപ്പോൾ അസീസിയയിലാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ ഏതാനും ചില തീർത്ഥാടകർ ഇനിയും മിനായിൽ എത്തിച്ചേരാൻ ബാക്കിയുണ്ട്. ഇന്ന് മിനായിൽ താമസിക്കുക എന്നതാണ് ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം. നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പായാണ്, വിശ്രമ ദിവസമായാണ് യൗമു തെർവിയ എന്നറിയപ്പെടുന്ന ഈ ദിവസം അറിയപ്പെടുന്നത്. ഇന്ന് ആരാധനാ കർമ്മങ്ങളും മറ്റു പ്രാർത്ഥനകളുമായി തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ കഴിയും. ഇന്ന് രാത്രിയോടെ തന്നെ നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായി തീർത്ഥാടകർ പുറപ്പെടും. നാളെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം കൂടിയാണ് അറഫ സംഗമം. നാളെ ഉച്ച മുതൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ വൈകുന്നേരം വരെ തീർത്ഥാടകർ അറഫയിൽ കഴിയും. അതിനുശേഷം തീർത്ഥാടകർ നാളെ രാത്രി താമസത്തിനായി മുസ്ദലിഫയിലേക്ക് നീങ്ങും. നാളെ രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും, ടെൻറ്റുകളില്ലാത്ത ഒരു തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകർ താമസിക്കുക. മറ്റന്നാൾ രാവിലെ ഈ മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ച കല്ലുകളുമായി മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മിനായിൽ തിരിച്ചെത്തി ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മിനായിൽ താമസിച്ച് ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കും. ഏതാനും 15 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് വിദേശത്തു നിന്നും ഇത്തവണ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1,32,000 തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. 1,22,000 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും 10,000 തീർത്ഥാടകർ മാത്രമാണ് ഇത്തവണ സ്വകാര്യ ഗ്രൂപ്പ് വഴി ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്ന് 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത കനത്ത ചൂടിലാണ് ഹജ്ജ്. 47 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് എല്ലാ മുന്നറിയിപ്പുകളും സൗദി ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കുട ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പകൽ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വളരെ ശക്തമായ പരിശോധനയാണ് ഇത്തവണ നടക്കുന്നത്, ഇത്തവണ കാണുന്നത്. മുൻ വർഷങ്ങളെക്കാൾ വളരെ ശക്തമായ പരിശോധന. ഹജ്ജ് പെർമിറ്റോ മിനായിൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റോ ഇല്ലാത്ത ഒരാളെയും ഇപ്പോൾ മിനായിലേക്ക് കടത്തിവിടുന്നില്ല. ഏതായാലും വളരെ സുഗമമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗദി ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.